തിരുവചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വചനഭാഗമാണിത്. ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടുത്തേക്കുള്ളവരാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. ഞാൻ അവരിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ ഞാൻ ലോകത്തിലല്ല, എന്നാൽ അവർ ലോകത്തിലാണ്. ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വരുന്നു. പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ വിശുദ്ധ യോഹന്നാൻ 17:11 ഈശോ പറയുകയാ, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ എന്ന്. ഒരു ഒന്നാകലിൻ്റെ വലിയ ദാഹം ഈശോയുടെ ഈ വചനത്തിൽ, ഈ പ്രാർത്ഥനയിൽ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. ഒരു പരിധി വരെ ബൈബിളിൻ്റെ സെൻറ്റർ എന്ന്, ബൈബിളിൻ്റെ കാതലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈശോയും മനുഷ്യരും, ദൈവവും മനുഷ്യരും ഒന്നാകുന്നതിൻ്റെ വലിയ ദൈവത്തിൻ്റെ ദാഹത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന അവിടുത്തെ മനസ്സിൻ്റെ ഭാവത്തെക്കുറിച്ചാണ്, ഈ ഒന്നാകലിനെ കുറിച്ചാണ് ബൈബിൾ നമ്മളോട് സംസാരിക്കുക. ഒരു മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നാവുക, അവൻ ഇഷ്ടമുള്ളതിനോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അത് ഈശോയ്ക്കും ഇവിടെയുണ്ട്. തൻ്റെ പ്രിയപ്പെട്ടവരോട് എപ്പോഴും ചേർന്നിരിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സ് ഈശോയ്ക്കുണ്ട്. അതുകൊണ്ട് ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകി അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. ഒന്നാകുന്ന ചിതറിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്കല്ല, മറിച്ച് ചിതറിക്കപ്പെട്ടിരിക്കുന്ന ജനതകളെല്ലാം ഒന്നിച്ചു ചേരുവാൻ, ഈശോയോട് ഒത്തിരിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നതായി ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബൈബിളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ ഒന്നായിരിക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ച് നമ്മൾ കാണും. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവരെ ചേർത്ത് വെച്ചിട്ട് ഒന്നായിരിക്കാനായിട്ട് അവരോട് പറയുന്ന, തന്നോട് കൂടെ ഇരിക്കാൻ പറയുന്ന ഒരു ദൈവത്തെ, കൂടെ നടന്ന് ഉലാത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ പറ്റും. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴുകൊണ്ട് അവന് രൂപം കൊടുത്ത് അവനെ സ്വന്തം കൈകൊണ്ട് മെനഞ്ഞെടുത്തിട്ട് തൻ്റെ കൂടെ, അവൻ്റെ കൂടെ നടക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വചനം സൃഷ്ടിയുടെ സമയത്ത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാ, ദൈവം വീണ്ടും അരുളി ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. ഒരുമിച്ച് കൂടാൻ അവിടുന്ന് പറയുമ്പോൾ ഒരുമിച്ച് കൂടുന്ന ഒരവസ്ഥ. ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, ബൈബിളിൻ്റെ ആരംഭം മുതൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവം എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. എവിടെയൊക്കെ തൻ്റെ പ്രിയപ്പെട്ട ജനതകൾ ചെതറിക്കിടക്കുന്നോ അവരെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കണ്ടുമുട്ടുക. വീണ്ടും ഈ കുടുംബത്തിൻ്റെ കൂടെ ആദത്തെയും ഹവ്വായെയും ഒക്കെ സൃഷ്ടിച്ചിട്ട് അവരെ ഏദൻ തോട്ടത്തിലേക്ക് ആനയിച്ച് വെച്ചിട്ട് അവരുടെ കൂടെ കൈപിടിച്ച് നടത്തുന്ന ദൈവം. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ നിന്ന് അവരൊന്ന് മാറി ചലിച്ചു. ഉൽപ്പത്തി 3 നമുക്കറിയാം, തിന്നതെന്ന് അവിടുന്ന് കൽപ്പിച്ച ഫലം തിന്നുകൊണ്ട് അവർ പറുദീസയിൽ നിന്ന് തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയുണ്ട്. ഈ ഒരവസ്ഥയിൽ തമ്പുരാൻ എന്നും എല്ലാ ദിവസവും വൈകുന്നേരം അവരുടെ കൂടെ ഉലാത്താൻ പോകുന്നുവെന്ന് വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പതിവ് പോലെ ഉൽപ്പത്തി 3:8 വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു. തലേ ദിവസം വരെ അപ്പൻ്റെ കൂടെ ചേർന്ന് നടന്ന ആദവും ഹവ്വായും ഒക്കെ തങ്ങളുടെ സ്നേഹം പിതാവിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, പാപം ചെയ്ത തമ്പുരാനിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരുടെ മനസ്സിൽ ഒരു അകൽച്ച സംഭവിക്കുകയാണ്. തലേ ദിവസം അവൻ്റെ കാലൊച്ച കേട്ടപ്പോൾ ഓടിച്ചെന്ന് ഇടത് കൈയിലും വലത് കൈയിലും തൂങ്ങി നടന്നിരുന്ന ആദവും ഹവ്വായും ഇന്നിതാ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൈകളിലെ കാലൊച്ച കേൾക്കുമ്പോൾ പോലും
ഓടി അകലുന്ന ഒരവസ്ഥയിലേക്ക്, അകന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. വചനത്തിൽ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒന്നാകരിക്കാൻ മനുഷ്യനും ദൈവവും ഒന്നായിരിക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുമ്പോൾ, ഈ ഒന്നാകൽ നഷ്ടപ്പെടുമ്പോൾ ഈശോ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈശോയുടെ അടുക്കൽ നിന്ന് എൻ്റെ മനസ്സിനെ മാറ്റി മറ്റു പലതിലേക്കും ചേർത്ത് വയ്ക്കുമ്പോൾ അവിടുത്തെ മനസ്സ് കരയും, അവിടുത്തെ ചങ്ക് വേദനിക്കും, അവിടുത്തെ ഹൃദയം വേദനിക്കും. അവിടുത്തോട് കൂടെ ആയിരിക്കാൻ എനിക്ക് പറ്റാതെ വരുമ്പോൾ, കൂടെ നടക്കുന്നവൻ കൂട്ടം വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ, അവിടുത്തെ അത്താഴ മേശയിൽ പങ്കുപറ്റാതെ കടന്നു പോകുന്നത് കാണുമ്പോൾ ഇന്നും അവിടുന്ന് കരയുകയാ. എന്നെയും നിങ്ങളെയും ഒക്കെ അവിടുന്ന് കൂടെ ഇരിക്കാൻ വിളിക്കുന്നു. അത്താഴ മേശയിലേക്ക് ഈശോ വിളിക്കുന്നു. കൂട്ടം വിട്ട് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഈശോയുടെ മനസ്സ് എത്രയോ വേദനിക്കുന്നുവെന്ന് ഞാൻ ചിന്തിക്കണം. ഈ ദൈവത്തിൻ്റെ ക്ഷണം എപ്പോഴുമുണ്ട്, ഒന്നായിരിക്കാൻ, കൂടെ ഇരിക്കാൻ. വീണ്ടും നമ്മൾ കാണും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. ദൈവത്തിൻ്റെ ഒരു കരച്ചിലാണ്. ആകാശമേ ശ്രദ്ധിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും, എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ലെന്ന് തമ്പുരാൻ അവിടെ ചേർത്ത് വയ്ക്കുകയാണ്. അവിടുത്തോട് കൂടെ ഇരിക്കാൻ, അവിടുത്തെ സ്വരമൊന്ന് കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് മാറിച്ചരിക്കുകയാണ്. ഒന്നാകലിൻ്റെ അവസ്ഥയിൽ നിന്ന്, ഐക്യത്തിൽ നിന്ന് മാറിച്ചരിക്കുന്ന ഒരു ഇസ്രായേൽ ജനതയെ കണ്ട് തമ്പുരാൻ്റെ മനസ്സ് വേദനിക്കുന്നു, സങ്കടപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 18:19 ഈശോ പറയുകയാ, 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന്. ആരൊക്കെ ഒരുമിച്ചിരിക്കുന്നോ, ചേർന്നിരിക്കുന്നു, അവരുടെ കൂടെ ഇറങ്ങി വരുന്ന ഐക്യത്തിൻ്റെ ഒരു ദൈവത്തെ നാം കാണുന്നു. ഐക്യം കൊതിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു. ആദിമ സഭാസമൂഹം അപ്പസ്തോല പ്രവർത്തനം 2:42 നമ്മൾ വായിക്കും. ആദിമ സഭാസമൂഹത്തിൻ്റെ ഒരുമയെക്കുറിച്ച് 2:42 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം ഒന്നു ചേർന്നുവെന്ന്. താല്പര്യപൂർവ്വം പങ്കുചേർന്ന് ഒരുമിച്ചിരിക്കുന്ന അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുക. ഈ ദൈവത്തെയാണ് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുക. ഈ ദൈവത്തെയാണ് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത്. അവൻ്റെ കൈ മാറി ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ലെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ തമ്പുരാൻ്റെ കൂടെ ഇരിക്കാൻ എന്നെ വിളിച്ചിട്ട് ഞാൻ എങ്ങോട്ടേക്കാണ് മാറി ചരിക്കുക? എവിടേക്കൊക്കെയോ ഞാൻ പോവുക? ഒരു കുടുംബത്തിലെ വലിയ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും, അതിപുരാതന കത്തോലിക്ക കുടുംബം. പക്ഷേ അവിടെ പ്രശ്നങ്ങളും മദ്യപാനത്തിൻ്റെ വലിയ ദുരിതങ്ങളൊക്കെ കടന്നു വന്നപ്പോൾ ആരോ പറഞ്ഞു, അന്യദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ, അന്യദൈവത്തെ ഒന്ന് പ്രതിഷ്ഠിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുമെന്ന്. പ്രശ്നപരിഹാരം തേടി അവർ പോയി അന്യദൈവത്തിന് പ്രതിഷ്ഠിച്ചു തങ്ങളുടെ കുടുംബത്തെ. ഒപ്പം എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥ ആ കുടുംബത്തിൻ്റെ നാശത്തിന് വഴിതെളിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നുപെട്ടു. 2 ദൈവത്തെ ഒരുപോലെ സേവിക്കുന്ന ഒരവസ്ഥ. വചനം പറയുന്നുണ്ടല്ലോ, ദൈവത്തെയും മാമോനെയും ഒരുപോലെ ഒരുമിച്ച് സേവിക്കാൻ നിനക്ക് പറ്റില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ഹൃദയം അകറ്റി മാറ്റിയിട്ട്, ദൈവത്തിൽ നിന്ന് ബന്ധം വിച്ഛേദിക്കപ്പെട്ട് മാറ്റിവെച്ചിട്ട് നമ്മൾ മറ്റെന്തൊക്കെയോ ആകാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഓർത്ത് തമ്പുരാൻ കരയും. അവൻ ഒറ്റയൊരു ആഗ്രഹമേ ഉള്ളൂ, നമ്മുടെ മനസ്സ് അവനോട് ചേർന്നിരിക്കണം, നമ്മുടെ ഹൃദയം അവനോട് ചേർന്നിരിക്കണം. എന്തുമാത്രം അവനോട് ചേർന്നിരിക്കാൻ, ഒന്നാകലിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ പറ്റുമോ അതിന് അവിടുന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് അവിടുന്ന് വിശുദ്ധ കുർബാനയാകുന്ന വഴി കണ്ടെത്തിയത്. കുർബാനയിലേക്ക് അവിടുന്ന് കടന്നു വന്നിട്ട് എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്നു ചേരാൻ കൊതിച്ച ഒരു ഈശോയെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നുണ്ട്. ഈ ഈശോയോട് ഒന്നാകുവാൻ നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കും. അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്ന വചനഭാഗത്തിൽ ഇങ്ങനെ വായിക്കാൻ പറ്റും. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്കിഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു. തന്നോട് കൂടെ ആയിരിക്കാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ നിയോഗിച്ചുവെന്ന്. തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ് ഈശോ 1-ാമത്തെ നിയോഗം പറയുക. തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരവസ്ഥ. ഓരോ ക്രിസ്ത്യാനിയും തമ്പുരാനോട് ഒന്നായിട്ടിരിക്കണം, ചേർന്നിരിക്കണം. അത് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചത്, പിതാവേ, നമ്മെപ്പോലെ അവരൊന്നായിരിക്കുക. തൃത്വ കുടുംബത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയം എപ്പോഴും തമ്പുരാനോട് ചേർന്നിരിക്കണം. വിശുദ്ധാത്മാക്കളുടെ ജീവിതം മുഴുവൻ നമ്മൾ കാണുന്നത് തന്നെയാണ്. തമ്പുരാനുമായി എത്രമാത്രം ഒട്ടിയിരിക്കാൻ പറ്റുമോ അത്രമാത്രം ഒട്ടിയിരിക്കുക. അവൻ്റെ മുഴുവൻ കൃപകളും മേടിച്ചെടുക്കാൻ അവനോട് ചേർന്നിരിക്കുന്നൊരവസ്ഥ. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം തമ്പുരാനോട് ഒന്നായിരിക്കാൻ അവിടുന്ന് ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ത്രേസ്യായുടെ ആവിലാലി വിശുദ്ധ ത്രേസ്യയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ, അമ്മ ത്രേസ്യയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു രൂപം കാണാൻ പറ്റും. ഒരു പടിയിൽ, ഒരു ഗോവണിപ്പടിയിൽ ഉണ്ണി ഈശോ തനിച്ചിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുക, ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഉണ്ണി ഈശോ കൊച്ചു ത്രേസ്യയ്ക്ക് പ്രത്യക്ഷപ്പെടും. അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങും, സ്നേഹം പങ്കുവെക്കാൻ തുടങ്ങും. ഈ സമയത്ത് മഠത്തിൻ്റെ നിയമമനുസരിച്ച് ഭക്ഷണത്തിന് മണിയടിക്കുമ്പോൾ അവൾ പറയും, ഉണ്ണീശോയെ, നീ ഇവിടെ ഇരിക്ക്, ഞാൻ നിയമം പാലിക്കാൻ ഓടിപ്പോയി ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വന്ന് സംസാരിക്കാമെന്ന്. അവളെ ഭക്ഷണത്തിന് പറഞ്ഞയച്ചിട്ട് കാത്തിരിക്കുന്ന ഒരു ഉണ്ണീശോയുടെ രൂപമാണ് അതെന്ന് നമുക്ക് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. അത്രമാത്രം കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഈശോ, ഈശോയോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗധേയം. അവൻ്റെ കൂടെ ചേർന്നിരിക്കുന്ന അവസ്ഥ. ആത്മാവ് ദാഹിക്കുന്നതും കൊതിക്കുന്നതുമൊക്കെ നമ്മുടെ ഈശോയോട് കൂടെയായിരിക്കാനാ. ഈശോയോട് കൂടെ ഒരു പ്രണയ സല്ലാപം നടത്താൻ, ഒരു പ്രേമബന്ധം സ്ഥാപിക്കാനായിട്ട് ഉത്തമഗീതത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് പറ്റും. ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹ സംഭാഷണം, ദൈവത്തിൻ്റെ ആത്മാവും എൻ്റെ ആത്മാവും തമ്മിലുള്ള ഒരു പ്രണയ ബന്ധത്തിൻ്റെ ആഴമാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈശോയോട് എന്തുമാത്രം ചേർന്നിരിക്കാൻ പറ്റുമോ അത്രമാത്രം ചേർന്നിരിക്കണം. കൊച്ചു ത്രേസ്യായ്ക്ക് എപ്പോഴും ഈശോ പ്രത്യക്ഷപ്പെടും. ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ട് അവർ സംസാരിക്കും. ഉണ്ണീശോയുടെ കളിക്കൂട്ടുകാരി, ഉണ്ണീശോയുടെ കയ്യിലെ പന്തെന്നൊക്കെ കൊച്ചു ത്രേസ്യ തന്നെ വിശേഷിപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും നമുക്ക് കാണാൻ പറ്റും ഈശോയോട് കൂടെ ഇരിക്കുന്ന ഒരു കൊച്ചു ത്രേസ്യയെ. ഈശോയോട് കൂടെ ഇരിക്കാൻ അവൾ ആഗ്രഹിക്കും. ഉണ്ണീശോ പ്രത്യക്ഷപ്പെടും. ഉണ്ണീശോയുടെ കൂടെ അവൾ നടക്കാൻ തുടങ്ങും. അപ്പോൾ ഭക്ഷണത്തിന് മണിയടിക്കുന്ന സമയത്ത് അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഈശോയെ, ഇന്ന് നിൻ്റെ കൂടെ ഇരിക്കാൻ വേണ്ടി ഈ ഭക്ഷണം ഞാൻ ഉപേക്ഷിക്കുകയാണ്. അത്രമാത്രം ഈശോയോട് കൂടെ ഇരിക്കാൻ തൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് സമയങ്ങൾ മാറ്റിവെക്കുന്ന, ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് കൂടെ ഇരിക്കുന്ന വിശുദ്ധാത്മാക്കളുടെ ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ എൻ്റെ ഈശോയോട് കൂടെ ഇരിക്കാൻ ഞാൻ എന്തുമാത്രം കൊതിക്കണം. എൻ്റെ ഈശോയോടൊപ്പം ഇരിക്കാൻ, അവനെ തനിച്ചു വിടാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. ഈശോയെ കാണുമ്പോഴെല്ലാം ഈശോയുടെ കൂടെ എപ്പോഴും ആളുകളുണ്ട്. അവൻ തനിച്ചിരിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. ശിഷ്യരുടെ കൂടെ, ജനങ്ങളുടെ കൂടെ എല്ലാം യാത്ര ചെയ്യുന്ന ഒരു തമ്പുരാൻ, കൂടെ വസിക്കുന്ന ഒരു തമ്പുരാൻ. ഈ വലിയ അനുഭവം നമുക്ക് കിട്ടണം. അതിനുവേണ്ടി ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ചു. പിതാവേ, ഒറ്റയൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുക. അവിടുന്ന് നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണം. നമ്മിൽ അവരൊന്നായിരിക്കണം. ഐക്യമുണ്ടാവണം, സ്നേഹമുണ്ടാവണമെന്ന് വിശുദ്ധ ബർണദീത്തായ്ക്കും ഈശോ പ്രത്യക്ഷപ്പെടും. എപ്പോഴും ഈശോ പ്രത്യക്ഷപ്പെടും. അവളോട് സംസാരിക്കും. അവൾ മഠത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ണീശോ അമ്മ ത്രേസ്യയ്ക്കും കൊച്ചു ത്രേസ്യയ്ക്കും പ്രത്യക്ഷപ്പെട്ടതുപോലെ നിനക്കും പ്രത്യക്ഷപ്പെട്ടാൽ നീ എന്തു ചെയ്യുമെന്ന് മഠാധിപ ബർണദീത്തായോട് ചോദിച്ചു. അപ്പോൾ ബർണദീത്ത പറഞ്ഞു, ഞാൻ ഭക്ഷണത്തിന് പോകുമ്പോൾ ഉണ്ണീശോയെ തനിച്ചാക്കില്ല, ഭക്ഷണം വിട്ട് ഉപേക്ഷിക്കുകയുമില്ല എന്ന്. അപ്പോൾ മഠാധിപ ചോദിച്ചു, എന്ത് അധികാരത്തോടെ, അഹങ്കാരത്തോടുള്ള സംസാരമായത്, പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഉണ്ണീശോയെയും എടുത്തുകൊണ്ട് ഞാൻ പോയി ഭക്ഷണം കഴിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ കൂടെ നടക്കുന്ന വിശുദ്ധരുടെ കാൽപാദങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിലും ഈശോയുടെ കൂടെ നടക്കാൻ തുടങ്ങണം. ഈശോയുടെ കൂടെ ഇരിക്കാൻ തുടങ്ങണം. ഈശോയുടെ കൂടെ ഉറങ്ങാൻ തുടങ്ങണം. ഈശോയുടെ കൂടെ ഉണ്ണാൻ തുടങ്ങണം. ഈശോയുടെ സാന്നിധ്യത്തിലാണ് നമ്മുടെ ആത്മാവ് തുറക്കപ്പെടുക. നമ്മുടെ ആത്മാവിനൊരു സ്വാതന്ത്ര്യം കിട്ടുക ഈശോയുടെ സാന്നിധ്യത്തിലാണ്, ഈശോയുടെ കൂടെ ഇരിക്കുമ്പോഴാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കും, അന്ധകാലത്തിലെ നിധി, രഹസ്യ ധനശേഖരണം നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴത് വെളിപ്പെടുത്തി തരിക? തമ്പുരാൻ്റെ കൂടെ ഇരിക്കുമ്പോഴാ, അവനോട് ഒന്ന് ചേർന്നിരിക്കുമ്പോഴാ അന്ധകാലത്തിലെ നിധികളും രഹസ്യ ധനശേഖരണങ്ങളും ദൈവിക കൃപകളുമൊക്കെ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരിക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകും.
ഭൗതിക ദാരിദ്ര്യം നമുക്കുണ്ടാവും, ആത്മീയമായ അവസ്ഥകളിലുള്ള ദാരിദ്ര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഈ മേഖലകളിലെല്ലാം സമ്പന്നനായ യേശുവിനെ കൂട്ടുപിടിക്കണം. ഒന്നാകലിൻ്റെ ഒരനുഭവം. അവനെ കവിഞ്ഞ് ഈ ഭൂമിയിൽ എനിക്കൊന്നുമില്ല. അവനോടൊപ്പമല്ലാത്തൊരു യാത്ര എനിക്കില്ല. അവനോടൊപ്പമല്ലാത്തൊരു ജീവിതം എനിക്കില്ല. അതാണ് നമ്മൾ അറിയേണ്ടതും അനുഭവിക്കേണ്ടതും. ഈശോയുടെ മരണശേഷം ശിഷ്യര് എമ്മാവൂസിലേക്ക് വിഷമത്തോടെ സങ്കടത്തോടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ വേദനകളും സങ്കടങ്ങളും ഒക്കെ കണ്ടിട്ട് ഈശോ ഇതാ അവരുടെ അടുക്കലേക്ക് വരികയാ. അവരോട് ഈശോ ചേർന്ന് നിൽക്കുകയാ. അവരോട് ഈശോ സംസാരിക്കാൻ തുടങ്ങുക. അവരെ സങ്കടത്തിൽ തനിച്ചാക്കാത്ത ഒരു ഈശോ, അവരുടെ എല്ലാം അടുക്കലേക്ക് ഓടി വരുന്ന ഒരു ഈശോ. ആ ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് പറയുക ഒന്നായിരിക്കാനാ. ഒരു സൗഹൃദത്തിനെയാണ് ഈശോ ആഗ്രഹിക്കുക. ഒരു സ്നേഹബന്ധത്തെയാണ് ഈശോ കൊതിക്കുക. ആ സ്നേഹബന്ധം നീ കൊടുക്കണം. ഈശോയ്ക്ക് ചോദിക്കാനേ പറ്റൂ നിന്റെ സ്നേഹം, അത് നീ കൊടുക്കണം. ആ സ്നേഹബന്ധം നീ സ്വന്തമാക്കുമ്പോൾ ഈശോ നിന്റെ ജീവിതത്തിൽ നീ തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിരിക്കും ഈ സ്നേഹബന്ധമെന്ന് പറയുക. ഭൂമിയിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ, സ്നേഹബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. പക്ഷെ ഈ ഭൂമിയിൽ എനിക്ക് ഇപ്പോൾ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ സ്നേഹബന്ധം എന്ന് പറയുക, ഒന്നാകലിൻ്റെ അനുഭവം എന്ന് പറയുക, ഒരു കൂടിച്ചേരലിൻ്റെ അനുഭവം എന്ന് പറയുക, അത് ഈശോയാ. ആ ഈശോയുടെ അടുക്കലിരിക്കണം. അതിനു വേണ്ടി ഞാൻ സമയം കണ്ടെത്തണം. കുരിശിലുമുണ്ട് ഈശോയെ കാണുമ്പോൾ, കുരിശിൻ്റെ ചുവട്ടിലുമുണ്ട് ഈശോയുടെ കൂടെ നിൽക്കാൻ കുറച്ച് പേര്. ഈശോയുടെ കുരിശിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമുണ്ട് 2 കള്ളന്മാര്. ഈശോ തനിച്ച് ഒരിടത്തുമില്ല. കാരണം നമ്മളെ തനിച്ചാക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അവൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. നമ്മളെ തേടി തേടി ഈശോ നടക്കുകയാ. അവൻ്റെ കണ്ണുകൾ നമ്മുടെ മേലെ എപ്പോഴുമുണ്ട്. ആ ഈശോയുടെ കൂടെ ചേർന്നിരിക്കാൻ, അവൻ്റെ ഒപ്പമായിരിക്കാൻ നാം കൊതിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടത്. ആ കൃപ ഈശോയോട് ചോദിച്ചു മേടിക്കണം. എൻ്റെ ഈശോയെ, ഇതാ എന്നെ നീ ഒന്ന് കണ്ടേ, എന്നെ നീ ഒന്ന് ഏറ്റെടുത്ത ഈശോയെ, ഇതാ ഞാനെന്ന് പറയണം. അവൻ്റെ കൂടെ ഇരിക്കുന്ന അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതത്തിൽ നിറവുകൾ ഉണ്ടാവുക. ഈശോ കൂടെ ഇരിക്കുമ്പോൾ ഒന്നാകലിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോൾ സങ്കീർത്തന പുസ്തകം 23:1 അഭിഷേകം നമുക്ക് കിട്ടും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ജീവിതത്തിൽ ഒന്നിനും കുറവില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഈ ഒന്നാകലിൻ്റെ അനുഭവം നമുക്ക് തരും. നമ്മുടെ ജീവിതത്തിൽ ഈ ഒന്നാകലിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കാൻ പറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇളക്കം തട്ടുകയില്ല. സങ്കീർത്തനം 46:5 വചനം പറയുന്നുണ്ട്, ആ നഗരത്തിൽ കർത്താവ് വസിക്കുന്നു, അതിനാൽ അതിന് ഇളക്കം തട്ടുകയില്ല, അതിരാവിലെ ദൈവം അതിനെ സഹായിക്കുമെന്ന്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം അതിനെ സഹായിക്കാൻ, ഇളകാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈശോയെ ഒപ്പം നിർത്തണം, കൂടെ ഇരിക്കണം. ഈശോയുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതാണ് എങ്കിൽ അവൻ്റെ വിരുന്നു മേശയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു ചെന്നിട്ട് അവൻ്റെ ഒപ്പം ഇരിക്കണം. എൻ്റെ ഈശോയെ, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്, നീ എൻ്റെ ഒപ്പം നടക്കണമെന്ന് പറയാൻ തുടങ്ങണം. കൊച്ചു കുഞ്ഞിനെ അപ്പൻ കൈപിടിച്ച് നടത്തുന്നത് പോലെ ഈശോ നമ്മുടെയും കൈപിടിച്ച് നടത്തും. ഈശോ നമ്മുടെയും ഒപ്പം നടക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികളിൽ അവിടുത്തെ കൃപയുടെ സമൃദ്ധി ഉണ്ടാവും. ഇന്നലെ വരെ എൻ്റെ ജീവിതത്തിന് കിട്ടാത്ത അനുഗ്രഹങ്ങൾ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് ഈശോ കോരിച്ചൊരിഞ്ഞു തരും. ഈശോയ്ക്ക് മനസ്സിലാകുന്ന ഏറ്റവും വലിയ ഭാഷ എന്ന് പറയുക അത് സ്നേഹത്തിൻ്റെ ഭാഷയാണ്. ഈ ഒന്നാകലിൻ്റെ ഭാഷയിൽ ഈശോ നമ്മളെ പഠിപ്പിക്കും ഈ സ്നേഹത്തിൻ്റെ ഭാഷ. അവനോട് പ്രണയ സല്ലാപം നടത്താനുള്ള ഭാഷ ഈശോ നമ്മളെ പഠിപ്പിക്കും. എൻ്റെ ഈശോയെ, എന്നെ നീ പഠിപ്പിക്കണം, നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം, നിൻ്റെ കൂടെ ഇരിക്കാൻ പഠിപ്പിക്കണം. വിശാലമായ വീഥികളെ ഈശോ തുറന്നു തരും. അപ്പോൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവിടെ സാഹിത്യങ്ങൾ വേണ്ട, അവിടുത്തെ വലിയ മറുപടികൾ വേണ്ട, റെക്കമെൻഡേഷൻസ് ഒന്നും വേണ്ട. ഈശോയുടെ അടുത്തിരുന്ന് നിന്റെ ഹൃദയത്തിൻ്റെ കൊച്ചു വിചാരങ്ങൾ അമ്മ ത്രേസ്യ ഉണ്ണീശോരെടുത്തിരുന്നത് പോലെ, കൊച്ചു ത്രേസ്യ ഉണ്ണീശോരെടുത്തിരുന്നത് പോലെ, ബർണദീത്ത ഉണ്ണീശോയെ എടുത്തുകൊണ്ട് ജീവിതയാത്രകളിലൂടെ നടന്നു പോയതുപോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിത വഴികളിലും ഈ ഒന്നാകുന്ന ഈശോയെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ തുടങ്ങണം. ഡ്രൈവ് ചെയ്യുമ്പോൾ നിന്റെ ഈശോയെ നിന്റെ അടുത്തിരുത്തണം. നീ യാത്രയ്ക്ക് പോകുമ്പോൾ ഈശോയെ കൂട്ടുപിടിക്കണം. നീ ഒരു പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഈശോയെ നിന്റെ അടുത്ത് പിടിച്ചിരുത്തണം. നീ പഠിക്കാനിരിക്കുമ്പോൾ ഈശോയെ നിന്റെ അടുത്ത് പിടിച്ചിരുത്തണം. അപ്പോൾ നീ മറന്നാലും മറക്കാത്ത ഓർക്കുന്ന ഒരു ഈശോയുണ്ട്. നീ എന്ത് വായിച്ചോ, നീ എന്ത് ചെയ്തോ, നീ എന്ത് പ്ലാൻ ചെയ്തോ അതുപോലും ഈശോ അനുഗ്രഹിക്കാൻ തുടങ്ങും. വിസയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വലിയ ഭയം തോന്നുകയാണ്.
യൂറോപ്പിലേക്കുള്ള വിസ ഇൻ്റർവ്യൂ. വലിയ ടെൻഷൻ തോന്നിയപ്പോൾ അവൻ പറഞ്ഞു, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവനോട് പറയുകയാ, ഈശോ കൂടെയുണ്ട് മോനെ, ഈശോ കൂടെയുണ്ട് എന്നൊരു സ്വരം അവന് കേൾക്കാൻ പറ്റുകയാ. ഈശോയുടെ കൈ പിടിച്ച് നീ വിസ ഇൻ്റർവ്യൂ റൂമിലേക്ക് കയറിക്കോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിസ ഇൻ്റർവ്യൂ റൂമിലേക്ക് കയറിയപ്പോൾ മനുഷ്യ ബുദ്ധികളെ പോലും അഗ്രാഹ്യമാക്കുമാറ് തമ്പുരാൻ അവന് വേണ്ടി ഇടപെടുകയാ. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ ജസ്റ്റ് പേര് ചോദിച്ച് പാസ്പോർട്ട് മേടിച്ചിട്ട് വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് തിരിച്ചയക്കുമ്പോൾ എന്തുമാത്രം അനുഗ്രഹമാണ് അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. കൂടെ ഇരിക്കുന്ന ഒരീശോ. അത് ആത്മീയ മേഖലയിലും ഭൗതിക മേഖലയിലുമൊക്കെ ഈ ഒന്നാകലിൻ്റെ അനുഭവം വേണം. സ്നേഹത്തിൻ്റെ ഭാഷ നമ്മൾ പഠിക്കാൻ തുടങ്ങണം. സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ ഒന്നാകലിൻ്റെ വലിയ ആഴത്തിലേക്ക്, അനുഭവത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. എൻ്റെ പൊന്നു തമ്പുരാനെ, നീ എൻ്റെ കൂടെ ഇരിക്കണം, നീ എന്നോടൊപ്പം ചരിക്കാൻ തുടങ്ങണം, എൻ്റെ ഒപ്പം യാത്ര ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ഈശോ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി മാറും. യോഹന്നാൻ 17:11 പറയുന്നത് പോലെ, പരിശുദ്ധനായ പിതാവേ, നമ്മെപ്പോലെ അവരും ഒന്നായിരിക്കുന്നതിന് അവിടുന്ന് എനിക്ക് നൽകിയ നാമത്തിൽ, അവിടുത്തെ നാമത്തിൽ അവരെ അങ്ങ് കാത്തുകൊള്ളണമേ. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ഈശോയോടൊപ്പമായിരിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കുടുംബവും ഈശോയോടൊപ്പമായിരിക്കാൻ തുടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരും ഈശോയോടൊപ്പമായിരിക്കാൻ തുടങ്ങും. ഈശോയാകുന്ന വലിയ ഇടയൻ്റെ ചുറ്റും ഈ ലോകത്തിലെ എല്ലാ ആട്ടിൻപറ്റങ്ങളും വന്നു ചേരും. അപ്പോൾ കുരിശിലെ ഈശോ സന്തോഷിക്കാൻ തുടങ്ങും. കുരിശിലെ ഈശോയുടെ സ്നേഹം ഒഴുകാൻ തുടങ്ങും. ദിവ്യകാരുണ്യ ഈശോയുടെ അർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങും. ഈ ഒരു അനുഭവത്തിന് വേണ്ടി, ഒന്നാകലിൻ്റെ ഒരു കൃപയ്ക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അങ്ങ് പിതാവിനോട് പ്രാർത്ഥിച്ച ആ ഒന്നാകലിൻ്റെ അനുഭവം എൻ്റെ ഹൃദയത്തിൽ തരണം. ഒരിക്കലും പിരിയാതെ നിന്നോട് ചേർന്നിരിക്കാൻ എൻ്റെ ജീവിതത്തെ പഠിപ്പിക്കണം. നിൻ്റെ ഒപ്പം ഇരിക്കാൻ, ഞാൻ അകന്നു പോകുമ്പോൾ കരയുന്ന ഒരു മനസ്സ് നിനക്കുണ്ടെന്ന് എനിക്കറിയാം. ഈശോയെ, അകന്നു പോകാതെ ചേർന്നിരിക്കാൻ, അകന്നു പോയവരെ ചേർത്ത് കൊണ്ടുവരാനുള്ള കൃപ എനിക്ക് തരണമേ. എൻ്റെ കരങ്ങൾക്ക് അതിനുള്ള അഭിഷേകം തരണമേ, എൻ്റെ വാക്കുകൾക്ക് അതിനുള്ള അഭിഷേകം തരണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സമയം കണ്ണുകളടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് നല്ല തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, നീ പിതാവിൻ്റെ പക്കൽ അർപ്പിച്ച അതേ പ്രാർത്ഥന, അത് എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ ഈശോയെ. എൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ ഈശോയെ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ. ജീവിതത്തിൻ്റെ പല മേഖലകളിലും അകപ്പെട്ട് തമ്പുരാനെ നിന്നിൽ നിന്ന് അകന്നു പോകുന്ന ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നാകലിൻ്റെ ഒരനുഭവം, ഒന്നുചേരലിൻ്റെ ഒരനുഭവം, ദൈവസ്നേഹത്തിൻ്റെ നിറവിലേക്ക് ചേർന്നിരിക്കുന്ന, ചങ്കോട് ചേർന്നിരിക്കുന്ന ഒരനുഭവം തന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.